ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല. മണവാളാ, ഞാൻ ചലഞ്ചിന് റെഡിയാണ്, വെല്ലുവിളിക്കാണ്, 5 ലക്ഷം തരാം, 10 ലക്ഷം തരാം. ഇനി എന്നിട്ട് അത്രയും ചലഞ്ച് ചെയ്യാൻ മുട്ടി നിൽക്കണവരാണെങ്കിൽ ഞാൻ ഇതൊരു ഓപ്പൺ ചലഞ്ച്, നിങ്ങൾക്ക് ഒരു അവസരം തന്നെയാണ്. ചലഞ്ച് ചെയ്യാണ്, ഞാൻ ചലഞ്ച് റെഡിയാണ്. അവിടുന്ന് നമുക്ക് ചലഞ്ച് ചെയ്യാം. അല്ലാണ്ട് ഈ പാടത്തും പറമ്പില്ല തല്ലൂടാൻ എന്ത് ഇത് നമ്മൾ ആരും അങ്ങനെ ഒരു വെല്ലുവിളിച്ചിട്ടില്ല. ഫേസ് ഓഫിൽ എന്നെ ബാക്കിൽ കാണാം 3rd MMA സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുന്നേയാണ് ഞാൻ ഒപ്പോണന്റ് ആരാണ് കാണുന്നത്. അല്ലാണ്ട് നമുക്കിപ്പോ ഈ ഒപ്പോണന്റ് ഇഷ്ടായില്ല, വല്ല ജിമ്മൻ വേണം, മസിൽ വേണം, അങ്ങനത്തെ ഒരു ഒപ്പോണന്റിന് വേണമെന്ന് നമുക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ ഒരു വേൾഡ് ചാമ്പ്യൻ ആണ് വിളിക്കാൻ പോണത്. ഒരു വേൾഡ് ചാമ്പ്യൻ വിളിച്ചിട്ട് ആള് പറഞ്ഞ എന്താ നിങ്ങൾ എന്നെ വ്യക്തമായിട്ടൊന്ന് കേട്ട് നോക്കി നോക്ക്. ഹലോ, നമസ്കാരം. പിന്നെ വേറൊരു കാര്യം, ഇവൻ ഒരു കാര്യം അതിൽ പറഞ്ഞിരുന്നു, ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, ഇത് വീട്ടിലിരുന്ന് മൊബൈലിൽ കളിച്ചിട്ടോ അല്ലെങ്കിൽ കാറിലിരുന്ന് കൊണയടിച്ചിട്ടോ. മണവാളൻ. ഹലോ ഗായ്സ്, ഇപ്പൊ എന്താ സംഭവം? ഫുള്ള് ട്രെൻഡിങ്ങിലാണ് സംഭവം. എന്താ വെച്ചാല് കുറെ അലിഗേഷൻസ് ആണ് വരുന്നത്. നമ്മളിതൊരു സ്ക്രിപ്റ്റഡ് ഫൈറ്റ് നടത്തി, അല്ലെങ്കിൽ ഒരു എന്തൊക്കെ അലിഗേഷൻസ്, കാശ് കൊടുത്ത ആളിറക്കി, അങ്ങനെ കുറെ അലിഗേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു എന്ത് ഫൈറ്റാന്ന് പറയണത്, ഇത് പഞ്ചായത്ത് ഫൈറ്റ്. അങ്ങനെ കുറെ അലിഗേഷൻസ്. ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത, ഒരു ധാരണ ഇല്ലാത്തവരാണ് വന്ന് റീച്ചിന് വേണ്ടി പറയണെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു പോയിന്റ്. ഒരു അന്തം മുന്തലാത്തവർ വന്നിട്ടാണ് ഇത് പഞ്ചായത്ത് ഇതിനെ കുറിച്ചൊരു നോളജ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഞാൻ പറയാൻ പോണത്, ഞാൻ എന്താണ് MMA. കുറെ കമന്റുകൾ വന്നിരുന്നു, ഇതാണോ ബോക്സിങ്, നേരത്തെ പറഞ്ഞ ഉരുളനാണോ ബോക്സിങ്. അപ്പൊ എന്താണ് MMA എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞുതരാൻ പോണത്. MMA മീൻസ് മിക്സ്ഡ് മാർഷ്യൽ ആർട്ട്. അതായത് കുറെ ടൈപ്പ് മാർഷ്യൽ ആർട്സ് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ബോക്സിങ്, റെസ്ലിങ്, മുയ്തായി, കിക്ക് ബോക്സിങ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് മാർഷ്യൽ ആർട്സ് ഉണ്ട്. അതൊക്കെ കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ MMA എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം മിക്സഡ് മാർഷ്യൽ ആർട്ട്. അതായത് ഗ്രൗണ്ട് സക്സസ് ഉണ്ടാവും, ഗ്രൗണ്ടിൽ കിടന്ന് ചിലപ്പോൾ ചോക്കിങ്, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഉരുളണം ഇതൊക്കെയാണ് കണ്ടത്. അതിൽ പല ടൈപ്പ് ഗ്രൗണ്ടിങ് ഉണ്ടാവും, സ്ട്രൈക്കിംഗ് ഉണ്ടായിരിക്കും. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് MMA. ഇത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എന്താണ് ബോക്സിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് പലരും ബോക്സിംഗ് ആണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പൊ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൈകൊണ്ട് ഇടിക്കണം മാത്രം ഒരു സംഭവമാണ്. അതായത് സ്ലിപ്പ് ചെയ്യുക, ജസ്റ്റ് സ്ട്രൈക്ക് പഞ്ച് ചെയ്യുക, അതാണ് ബോക്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനല്ല, MMA ചാമ്പ്യൻഷിപ്പിനാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ. ഓരോ പോയിന്റ് ആയിട്ട് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ തരാം. പബ്ലിക് ഓഡിയൻസിന് വ്യക്തമായ ഒരു നോളജ് ഇല്ലാണ്ട് വിലയിരുത്തുന്ന പലരും ഉണ്ട്. അപ്പൊ ആദ്യം ഇത് വ്യക്തത ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, ഒരു ഔട്ട്ലൈൻ തന്നു മാത്രം. എന്താണ് MMA എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മളത് ഒരു ആമേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനേഴ്സൊക്കെ പങ്കെടുക്കാൻ പറ്റിയ ഒരു ആമേച്ചർ MMA ചാമ്പ്യൻഷിപ്പ് ആണ് സ്റ്റേറ്റ്. അതായത് ആർക്കും ഇതൊരു ഓപ്പൺ ആണ്. അത് ആർക്കും വേണമെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു 3000 രൂപ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ അവരുടേതായ സീനിയർ ആണോ, ജൂനിയർ ആണോ, സബ് ജൂനിയർ ആണോ, പിന്നെ എത്ര വെയിറ്റ് കാറ്റഗറി, അങ്ങനെ ഓരോ വെയിറ്റ് കാറ്റഗറി അനുസരിച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ്, ഒരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് ആണ് നടന്നിട്ടുള്ളത്. അപ്പൊ ആ ഫേസ് ഓഫ് പോസ്റ്റർ, അപ്പൊ അതിന്റെ ഒരു പോസ്റ്റർ ഞാൻ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ കിട്ടിയ സർട്ടിഫിക്കറ്റിൽ ഇതായി എഴുതിയിട്ടുള്ളത് ഞാൻ വ്യക്തമായി ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് ഞാൻ അതോടെ ഷെയർ വെക്കുന്നുണ്ട്. ഇതൊരു അതായത് പഞ്ചായത്ത് മേളയോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ പലരും ഒരു അലിഗേഷൻസ്, പലരും റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു അവസരങ്ങളൊക്കെ മുതലെടുത്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പൊ അവർക്കൊക്കെ വേണ്ടത് ഒരു റീച്ചും ഫെയിമാണ്, ഒന്നും അറിയാണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് വ്യക്തമായ ഒരു നോളജ്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ ഇപ്പൊ അവിടുത്തെ പോസ്റ്റർ, അത് ഫേസ് ഓഫിൽ നിൽക്കുമ്പോൾ തന്നെ പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ടിൽ പോസ്റ്റർ കാണാം. അത് 3rd MMA ചാമ്പ്യൻഷിപ്പ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് വ്യക്തമായിട്ട് കാണാം. ഇതൊരു അമേച്ചർ, അതായത് ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള, അതായത് പ്രോ ചാമ്പ്യൻഷിപ്പ് അല്ല, പ്രൊഫഷണൽസിന് പങ്കെടുക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് അല്ല. ഇതൊരു പ്രോ ചാമ്പ്യൻഷിപ്പ് അല്ല, ഇത് അമേച്ചർ ചാമ്പ്യൻഷിപ്പാണ്. അതായത് ബിഗിനേഴ്സിന് ആരൊക്കെ ഇപ്പൊ ഒരു 3 മാസം മിനിമം ട്രെയിനിങ് ആണ് ഇതിന്റെ. മിനിമം 3 മാസമെങ്കിലും ട്രെയിനിങ് വേണം.
ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിലാണ്. ഞാൻ ഓൾറെഡി മുമ്പ് ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഒരു ബോഡി ഒന്ന് വീണ്ടും സെറ്റ് ആവാൻ വേണ്ടി ഒരാഴ്ച ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരു ബ്രേക്കിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ ഓപ്പണന്റ് ആയിട്ടുള്ള ആളെ എനിക്ക് അറിയായിരുന്നു. ഓപ്പണന്റിന്റെ ആളേക്ക് ഞാൻ ഈ കോമ്പറ്റീഷന് ഇറങ്ങാണ്ട് തൊട്ടൊരു 5 മിനിറ്റ് ആ ഫേസ് ഓഫ് ഒരു 5 മിനിറ്റ് മുന്നെയാണ് ഞാൻ ഒപ്പോണന്റ് ആരാണ് കാണുന്നത്. അല്ലാണ്ട് നമുക്കിപ്പോ ഈ ഒപ്പോണന്റ് ഇഷ്ടായില്ല, വല്ല ജിമ്മൻ വേണം, മസിൽ വേണം, അങ്ങനത്തെ ഒരു ഒപ്പോണന്റിന് വേണമെന്ന് നമുക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ ഒരു വെയിറ്റ് കാറ്റഗറിയും നമ്മുടെ ഒരു ഏജ് സീനിയർ ആണ്, നമ്മുടെ ഏജ് കാറ്റഗറി അനുസരിച്ചിട്ട് ആരാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് അവരെയാണ് നമുക്ക് ഒപ്പോണന്റ് ആയിട്ട് കിട്ടുക. അതൊരു റാൻഡം ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് ഉണ്ടോ, എത്ര വയസ്സുണ്ടോ, എത്ര പ്രാക്ടീസ് ഉണ്ടോ, അവര് എല്ലാം ഒരുവിധം ഓൾമോസ്റ്റ് എന്ത് ചെയ്ത് ഇപ്പൊ ആമേച്ചർ ഇവന്റ് ആണെങ്കിൽ ബിഗിനേഴ്സ് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഒപ്പോണന്റ് റാൻഡായിട്ട് കിട്ടുകയാണ് നമുക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ എന്റെ ഒപ്പോണന്റ് വേടാ, ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ഇവനെ കൊണ്ടുപോയിരുന്നു ഒപ്പോണന്റ് ആയിട്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പറയുന്നത് 500,000 കൊടുത്തിട്ട് ബംഗാളി ആൾക്കും ഫാമിലിയും. സത്യം പറഞ്ഞാൽ വളരെ ഷെയിം ആയിട്ട് തോന്നി. പലരും എന്ത് ചെയ്ത് നോക്കുന്നത് ഒരു ബംഗാളിനെ കൊടുന്നു, ഇല്ലെങ്കിൽ എന്താണ് ഒരു ഓട്ടിസം ബാധിച്ച ആളെ കൊടുന്നു. ശരിക്കും ആൾക്കും ഒരു ആളുടേതായ ഒരു ലൈഫ് ഉണ്ട്. അപ്പൊ അങ്ങനൊക്കെ ഒരു ക്രിട്ടിസൈസ് ചെയ്യണവരെ ഒന്ന് ചിന്തിക്കുക. നിങ്ങളെ ഇതുപോലെ ഒരു ക്രിട്ടിസൈസ് നമ്മുടെ രീതിക്ക് ഒന്ന് ചിന്തിക്കുക. ആൾക്കും ആളുടേതായ ഒരു പേഴ്സൺ അങ്ങനെ ഒന്ന് ക്രിട്ടിസൈസ്. ആള് പക്ക മലയാളിയാണ്. ആള് ഇപ്പൊ കുറെ പേര് ഇന്റെ അവിടുത്തെ കുഴിമന്തി കടയിൽ വർക്ക് ചെയ്യണം അങ്ങനത്തെ ഒന്നും അല്ല. ആളുടേതായ ഒരു പ്രൊഫഷൻ എന്തോ എഞ്ചിനീയറോ അങ്ങനെ എന്തോ ആണ്. ഞങ്ങൾക്ക് ഇപ്പോഴും ആളെ കുറിച്ച് പേഴ്സണലായിട്ട് അറിയില്ല, വ്യക്തമായി അറിയില്ല. ആളാണെങ്കിൽ മൊത്തം നമുക്ക് പറയാം ഇത് ആളെ കുറിച്ചിട്ട് അറിയാം. ഇന്ന് ആളെ കുറിച്ച് അന്വേഷിച്ച് എന്ത് ചെയ്ത് കുറച്ച് വോയിസ് ലീക്ക്. അപ്പൊ ആള് കൊണ്ട് ആള് ആദ്യം കുറെ റിയാക്ട് ചെയ്യണവര് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാല് ആദ്യം പറഞ്ഞിരുന്നത് നമ്മള് 1,500 ഉറുപ്പിക കൊടുത്തിട്ട് സെറ്റ് ചെയ്താണ്, ബംഗാളിനെ ഏതോ കടയിൽ നിന്ന് വന്നിട്ട് സെറ്റ് ചെയ്തതാണ്. ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാല് ആള് വെറും 3 മാസം പ്രാക്ടീസ് ഉള്ള ആളെയാണ്, ട്രെയിൻ ചെയ്തുള്ള ആളെയാണ് പിടിച്ചിടിച്ചത്. വെറും ഒരാഴ്ച ട്രെയിനിങ് കൊണ്ടാണ് പ്രാക്ടീസ് കൊണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇതൊന്നും വളരെ ക്ലിയർ ആയിട്ട് ഒന്നും ഇതൊന്നും അറിയാണ്ടാണ് പലരും റീച്ചിന് വേണ്ടി വായ തോന്നിയത് വിളിച്ചത്. അതാണ് ഏറ്റവും എന്ത് ചെയ്ത് ഇപ്പൊ പലരും വളരെ നല്ല എഫേർട്ട് എടുത്തിട്ട് കുറെ കാലങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എഫേർട്ട് എടുത്തിട്ട് ഈ കോമ്പറ്റീഷൻ ഇറങ്ങിയവരുണ്ട്. അപ്പൊ അവരൊക്കെയാണ് ഈ ബാധിക്കുന്നത്. ഈ ഒന്നും അറിയാണ്ട് ഇങ്ങനെ എന്ത് പഞ്ചായത്ത് മേളയാണ്, പഞ്ചായത്ത് ഫൈറ്റ് ആണ്, ഫേക്ക് ഫൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പലരുടെയും കരിയർ പ്രൊഫഷൻ ഇതായിട്ട് ചൂസ് ചെയ്യുന്നത്. എന്റെ പ്രൊഫഷൻ ഞാൻ ഓപ്പണായി പറയാം. എന്റെ പ്രൊഫഷൻ എന്താ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ, യൂട്യൂബ്, ഇൻഫ്ലുവൻസിങ്, ഇതൊക്കെയാണ് എന്റെ ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്. എന്റെ പ്രൊഫഷൻ ഇതല്ല. പക്ഷെ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടുവരുന്നവർ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ അത് എഫക്ട് ചെയ്യും. നിങ്ങളിങ്ങനെ ഒന്നും അറിയാണ്ട് ഒന്ന് റിയാക്ട് ചെയ്യുമ്പോ ഒന്ന് ജസ്റ്റ് അന്വേഷിക്കുക, ഇതെന്താണ്, ഇത് എവിടെ വെച്ച് നടന്നതാണ്, ഇതാര്. കറക്റ്റ് MMA ഇന്ത്യയുടെ അണ്ടറിലുള്ള കേരള MMA ഫെഡറേഷൻ നടത്തിയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അത്രയും അതിനൊരു വാല്യൂ. ഇനി കൂടുതൽ ഞാൻ ഇതിനു വേണ്ടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞതിലുപരി ഞാൻ ഇപ്പോൾ ഒരു വേൾഡ് ചാമ്പ്യനാണ് വിളിക്കാൻ പോണത്. ഒരു വേൾഡ് ചാമ്പ്യൻ വിളിച്ചിട്ട് ആള് പറഞ്ഞ എന്താന്ന് നിങ്ങൾ എന്നെ വ്യക്തമായിട്ടൊന്ന് കേട്ട് നോക്കി നോക്ക്. ആളെന്ന് ഇപ്പൊ ഞാൻ സ്നോജിത്ത് ആണ് പേര്. അപ്പോൾ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ആള് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആളോട് നമുക്ക് സജസ്റ്റ് ചോദിക്കാം. ഇപ്പൊ ഒന്നും അറിയാണ്ട് റിയാക്ട് ചെയ്യണവര് ജസ്റ്റ് വെറുതെ ഒരു ഫൈറ്റിന് ഇറങ്ങിയ ചിലപ്പോ എവിടെയെങ്കിലും ഒരു ഫൈറ്റിന് ഇറങ്ങിയ ഒരു ആൾക്കാർ വന്നിട്ട് അവർക്കൊരു ഫെയിമിന് വേണ്ടിയിട്ട് പല വായ തോന്നിയത് അസഭ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടാവും. ഇവർക്ക് വേണ്ടത് റീച്ചാണ്. അപ്പൊ ഞാൻ ഇപ്പൊ കറക്റ്റ് ഒരു അത്രയും ഹൈ പ്രൊഫഷണലുള്ള ഒരു പ്രൊഫഷണൽ ബോക്സർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആള് ബോക്സിംഗ് ആണ്, ഒരു കോച്ചാണ്. ഞാൻ ഇപ്പൊ വിളിക്കാൻ പോണം. ഇപ്പൊ ഒരു കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ആള് വേൾഡ് ചാമ്പ്യൻ ആണ്. അപ്പൊ ആൾക്കൊന്ന് വിളിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. ഹലോ, നമസ്കാരം. ഞാന് മണവാളൻ. അതെ, ഉറങ്ങിയിരുന്നോ? അതല്ലേ ഇപ്പൊ കേട്ടിരുന്നോ? അതല്ലേ ഓക്കെ. ഞാൻ ജസ്റ്റ് കുറച്ച് ഡൗട്ട്സ് ഒന്ന് എന്ത് ചെയ്ത് ഇപ്പൊ പലർക്കും ഉള്ള ഡൗട്ട്സ് ആയിരിക്കും. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാനാണ്. ഇപ്പൊ ഇന്നലത്തെ നടന്നത് ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നില്ലേ? ഒരു അമേച്ചർ കണ്ടിരുന്നല്ലേ? ഓക്കെ. ഞാൻ അതുകൊണ്ടാണ്, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്റെ ഓഡിയൻസ് പലർക്കും പല അലിഗേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പൊ
അപ്പൊ അതിനൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി, ഒരു നല്ലൊരു പ്രൊഫൈലുള്ള ആ ഒരാൾ തന്നെ കൊടുക്കണം എന്ന് എന്ത് ചെയ്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞാട്ടെ അത്രയും ഒരു ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങളെ പോലത്തെ ഒരു വേൾഡ് ചാമ്പ്യന്മാരൊക്കെ കൊടുക്കുമ്പോ. അപ്പൊ അതാണ് ഇതിപ്പോ റെക്കോർഡിംഗ് ആണ്. ആ അപ്പൊ ഇന്നലത്തെ ആ ഒരു കോമ്പറ്റീഷനെ കുറിച്ചൊന്ന് എന്താ ഒരു ക്ലാരിറ്റി, വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഒന്ന് പറഞ്ഞുതരാൻ പറ്റും. കോമ്പറ്റീഷൻ വാലിഡ് ആണോ അല്ലെ കോമ്പറ്റീഷൻ എന്താ ശരിക്കും പറഞ്ഞ പലരും ഒരു ഫേക്ക് അലിഗേഷൻസ് കൊണ്ടുവരുന്നുണ്ട്, ഇതൊരു പഞ്ചായത്ത് മേളയാണ് അല്ലെങ്കിൽ അപ്പൊ അത് അതിനെ കുറിച്ചൊരു എല്ലാരും മനസ്സിലായി. ഇതിൽ പേഴ്സണലി പറയാൻ ഒരു കാര്യം, ഈ പഞ്ചായത്ത് മേള എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അത്രയും സാധിക്കാത്ത ആവശ്യമുണ്ട്. കാരണം ഈ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള ചോയ്സ് ആണ് ഈ ഓൾ കേരളയില് അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇവന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ പുള്ളിയുടെ ഈ ഫീൽഡിലുള്ള ഹോൾഡ് എന്താണെന്നുള്ളതും ആൾക്കിതിലുള്ള വാല്യൂ എന്താണെന്ന് നമുക്കും അതിന് ആ ഒരു ഇവന്റിനെ കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കുന്ന സാറുമാർക്ക് അറിയാം. ഇതിൽ ഈ കുട്ടികളെ ഇറക്കി കഴിഞ്ഞാൽ എവിടെ വരെ എത്തും കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ. ഇപ്പൊ ഈ ഇവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിനൊക്കെ നമുക്ക് എങ്ങനെ എന്ത് വാല്യൂ ഉണ്ടാവും? നല്ല വാല്യൂ ഉള്ള ഇവന്റുകളൊക്കെയാണ്. സാറിന്റെ വില അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇത് എവിടെ എങ്ങനെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതല്ലേ ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നാഷണൽ ഇവന്റ് പങ്കെടുത്തൂടെ? നാഷണൽ ഇവന്റ് പങ്കെടുക്കാം. അവിടുന്ന് പിന്നെ നമുക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുത്തൂടെ? പറ്റും. പക്ഷെ കുറച്ച് ക്രൈറ്റീരിയസ് ക്രൈറ്റീരിയസ് ഉണ്ടാവും. ഞാൻ പേഴ്സണലി പറഞ്ഞ കാര്യം ഇപ്പൊ മണവാളത്തെ ഫൈറ്റ് ഞാൻ കണ്ടായിരുന്നു അവിടെ. ആക്ച്വലി ഇത് മണവാളം അതായത് ഇത് എല്ലാവരും ഇത്രയും വലിയ വിഷയമാക്കി എടുക്കാനുള്ള കാരണം നമ്മൾ അത്രയും മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. മണവാളൻ എന്ന് പറയുന്ന വ്യക്തി, ഷൈൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇവന്റില് ഒരു ബിഗിനർ എന്നുള്ള ഫൈറ്റ് അല്ല, ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാനൊരു പ്രൊഫഷണൽ ഫൈറ്റർ അല്ല, ഞാൻ ഒരു ബിഗിനറാണ് MMA-ല്. ബ്രോ ഇത്രയും സെലിബ്രിറ്റി പോലെ ആളായ കാരണം ആൾക്കാർ ഇത്രയും അത് ഹൈപ്പാക്കി സ്ഥലം പറയണത് എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഒരു ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു UFC ഫൈറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ അതില് ഇപ്പൊ സജീവ് ഫൈറ്റ് ചെയ്യുന്നതാണ്. ആര് ഫൈറ്റ് ചെയ്യുന്നതാണ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഈ ആരാണ് ഈ ആക്ഷൻ ജാബ് ക്രോസ് ത്രോ ചെയ്യുന്ന ആൾക്കാര്, ആക്ഷൻ റൗണ്ടേഴ്സ് ക്രോസ് ഇത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ആരാണ്? അതൊരിക്കലും ഒരു ആക്ച്വലി MMA മിക്സഡ് മാർഷൽ ആർട്സ് ആണ്. അവിടെ ഏത് ടൈപ്പിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ശ്രദ്ധിക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ കുറച്ച് പാലിക്കണം എന്നാണ് ആ ഒരു ഇവന്റിന്റെ റൂള്. അപ്പൊ ഇതറിയാത്ത പല ആൾക്കാരാണ് ഇത് ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഒരു ഏതൊരു ബോക്സറിന്റെ ഒരു എന്തോ കമന്റ് ഞാൻ ഇത് വായിച്ചായിരുന്നു. ആക്ച്വലി അത് ഒരിക്കലും ഒരു ബോക്സർക്ക് ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല ഈ ബോക്സിംഗിന് ബോക്സിംഗ് റൂൾസ് ഉണ്ട് സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ബോക്സിംഗ്, എനിക്ക് താഴ്ത്തി പറയല്ല. പക്ഷെ ബോക്സിംഗ് അവിടെ ഈ 6 പഞ്ച് ത്രോ ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ടേക്ക് ഡൗൺസും കിക്കും അതുപോലെ ഗ്രൗണ്ട്സും ത്രോസും കുറെ ഈ ഇവന്റിന് ഷൈനിങ് പേഴ്സണലി അറിയാമെന്നറിയില്ല. ഈ ഇവന്റിനെ വന്നിട്ടുള്ള ഫൈറ്റേഴ്സ് ഞാൻ ബാംഗ്ലൂരിന് ഫൈറ്റേഴ്സ് വന്നിട്ട് ഈ ജോയ്സ് വന്ന സാറിന് ഇത്രയും ഹോൾഡുള്ള കാരണം ഇത്രയും നമ്മുടെ ഔട്ട് ഓഫ് ഇന്ത്യൻ വരെ ഫൈറ്റേഴ്സ് ഔട്ട് ഓഫ് കേരളയിൽ വരെ ഫൈറ്റേഴ്സ് വന്നത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. തമിഴ്നാടിനും സേലത്തുനിന്നും ചെന്നൈന്നും അതുപോലെ ബാംഗ്ലൂര് രാജസ്ഥാൻ ജയ്പൂരോടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഇവന്റിന് വാല്യൂ ചെയ്യാണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. ഇത് അറിഞ്ഞിട്ട് ഈ ഒരു ഇവന്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാര് എനിക്ക് വേണം അവര് ഇതില് പ്രൊഫഷണൽ ആൾക്കാരായിരിക്കാം. ഞാളെ താഴ്ച പറയുന്നല്ലോ. നമ്മളൊരിക്കലും ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മള് സിനിമയിൽ കാണുന്ന ഈ സ്പോർട്ട് ആക്ടിങ്സ് ഫൈറ്റ് ചെയ്യണ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ സിനിമാറ്റിക് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരു കൊറിയോഗ്രാഫിയോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അല്ല. ഒരു ആക്ഷൻ ഫൈറ്റ് അതിലേക്ക് ഇറങ്ങിയാൽ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഏതൊരു ഇവന്റിന് ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ കളിക്കുന്ന ആളാണ്, കളിക്കുന്ന ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ പോലും എന്റെ ഒരു ഫൈറ്റിന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് എടുക്കുന്ന ആംഗിളിൽ നിന്ന് കറക്റ്റ് എടുത്താൽ മാത്രമാണ് ആ ഫൈറ്റിന് ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാത്ത കാണുന്നത് പോലെ കൂടുതൽ ഫീൽ ചെയ്യുള്ളൂ. അതാണ് എന്നെ. അപ്പൊ കബീബാണെങ്കിൽ ഞാൻ പറഞ്ഞത് കബീബാണെങ്കിൽ ഗ്രൗണ്ട് നേരെ കൊണ്ടുപോയി നാടൻതല്ല് പോലത്തെ പേര് തന്നെയാണ്. പക്ഷെ അത് അവർക്ക് ഇത്രയും ഹൈപ്പായിട്ട് എന്നുള്ള രീതിയിൽ ഫീൽഡിൽ ഇത്രയും വലിയ ആൾക്കാരെ നിൽക്കുന്ന കാരണം അത് കാണുന്നവർക്ക് അവർ ചെയ്യുന്നത് ഫൈറ്റ് നമ്മൾ ചെയ്യുന്നത് ലോക്കൽ ആ ഒരു സെറ്റപ്പിൽ തോന്നുന്നതാണ്. ഇതിനെ പറ്റി അറിയണ ആൾക്കാര് ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ശരി, അത് വ്യക്തമായി അറിയാത്ത ആൾക്കാരാണ്. ആൾക്ക് അങ്ങനെ പറയുള്ളൂ. എനിക്ക് വെൽ നോളജുള്ള ഒരാളല്ല, ഞാൻ ഓപ്പണായി പറഞ്ഞു. ഞാൻ അത്രയും വെൽ നോളജ്, ഞാനൊരു ബിഗിനറാണ്. ഞാൻ അത് ആദ്യം തന്നെ അംഗീകരിക്കുന്നു. ഞാനൊരു ബിഗിനറാണ്, എന്റെ പ്രൊഫഷൻ ഇതല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നിയത് ഷൈന് മാർക്കറ്റ് ഉള്ള കാരണം ഒരു സോഷ്യലി ഒരു മാർക്കറ്റ് ഉള്ള കാരണം ഷൈന പിന്നെ
നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആക്കി. Yes, yes. ആൾക്കാര് കാണുമ്പോ അവർക്ക് അത്രയും റീച്ച് ഇല്ല ഈ ഒരു കാര്യത്തിൽ. ഞാനാണെങ്കിൽ പോലും ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോലും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര റീച്ച് ഉള്ള ഒരാളല്ല. എന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് പല രീതിയിലുള്ള മാർക്കറ്റൊക്കെ ഉള്ളു. അതുകൊണ്ട് എത്രത്തോളം റീച്ച് ആവുന്നുള്ളത് എനിക്ക് അറിയില്ല. മാക്സിമം കൂടി 2000-3000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ അതാണ് കറക്റ്റ് ട്രൂത്ത് ആണ് ആളുകൾ ഇത് പറയണത്. പക്ഷെ ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നില്ല. എന്തിനാണ് ഈ ചലഞ്ച് ചെയ്യാനെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തില് എല്ലാവരും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യണത് അവരുടെ ബിഗിനിങ് സ്റ്റേജ് ആണ്. ബിഗിനിങ് സ്റ്റേജ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഈ കാടനരി പോലെ കോഴിത്തല്ലൊക്കെ ആയിരിക്കും. ഇത് ട്രെയിൻ ചെയ്യണതനുസരിച്ച് നമ്മൾ അതിനെ മോൾഡ് എന്നാൽ പോലും ഈ സിനിമയിൽ കാണിക്കുന്ന പോലത്തെ ഒരുപാട് എയറിൽ കറങ്ങിയിട്ടുള്ള കിക്കുകൾ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ അറ്റാക്കുകൾ ചെയ്യാനോ ഒരിക്കലും സാധിക്കില്ല. യൂട്യൂബിലൊക്കെ ഫൈറ്റിംഗ് ശരിക്കും പ്രൊഫഷണൽ നോക്കി കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും. അപ്പൊ ഷൈനിയായിരിക്കും കുറ്റം പറയല്ല. ഞാൻ ഓൾറെഡി ആദ്യമേ അംഗീകരിച്ചു, ഞാൻ ഒരു പ്രൊഫഷണൽ ഫൈറ്റർ അല്ല. എന്റെ പ്രൊഫഷൻ ഇതല്ല. നമുക്ക് ഇതൊരു പാഷൻ ഉണ്ട്, നമ്മുടെ ഒരു താല്പര്യം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇറങ്ങിയെന്ന് മാത്രം. അതെ, എനിക്ക് തോന്നിയായിരുന്നു എന്റെ കുട്ടികളെ ഈ നമ്മുടെ ജോയിസാറിന്റെ ഫൈറ്റിൽ കണ്ടിട്ട് പാടത്തിൽ ഇറക്കണതാണ്. ഈ ഫൈറ്റിന് നമ്മുടെ പിന്നെ ഞാൻ തീവട്ടം ഇറക്കിയായിരുന്നു. നമ്മുടെ എനിക്ക് പേഴ്സണൽ അറിയണം പല സാറുമാരും ഈ സ്റ്റുഡൻസിനെ ഇറക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഇത് അത്രയും പഞ്ചായത്ത് മേളം താഴ്ത്തി പറയാവുന്ന രീതിയിലുള്ളൊരു വർത്താനം പറയാൻ പാടില്ല എന്റെ അഭിപ്രായം. കുറച്ച് ഇതിനെപ്പറ്റി അറിയാത്ത ഞാൻ ഇതൊന്ന് ക്ലാരിഫിക്കേഷൻ വരുത്തുന്നുള്ളതായിരുന്നു. ഞാൻ ഹസ്ബൻഡിന്റെ കുറച്ച് പ്രൊഫൈലും ചെക്ക് ചെയ്തായിരുന്നു. ഇവിടെ കുറച്ച് ഫൈറ്റും കുറച്ച് പറഞ്ഞ പോലെ നാളത്തെ ഒരിക്കലാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. പ്രൊഫഷണലി അങ്ങനെ അല്ല. ഇപ്പൊ ഞാനൊക്കെ എന്റെ പ്രൊഫൈലിൽ ഇന്നലെ എന്റെ ഒരു ഇവന്റിനെ പറ്റി അങ്ങനെ ബ്രീഫ് ചെയ്ത് ഫൈറ്റ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം ഒന്ന് ഫസ്റ്റ് നമുക്ക് അങ്ങനെ റൂൾ ഇടാൻ പാടില്ല. നമുക്ക് ഒരു ലെവല് കഴിയുന്നവരെ നമ്മുടെ ഫൈറ്റിംഗ് ആണെന്ന് അങ്ങനെ അപ്ലൈ ചെയ്യാൻ ആഡ് ചെയ്യാൻ പാടില്ലെന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം അത് പുറത്തുള്ള ഒരു ഡൈജസ്റ്റ് ആവില്ല. ഫൈറ്റ് അറിയുന്ന ആൾക്കാർക്ക് അല്ലാണ്ട് അതിന്റെ അപ്പുറത്തുള്ള ഒരു ആൾക്കാർക്ക് അത്രയും ഡൈജസ്റ്റ് ആവണമെന്നുണ്ട്. നമ്മുടെ ആക്ഷൻ ഫൈറ്റ് റിയൽ ഫൈറ്റ് വെച്ചാൽ അങ്ങനെയാണ്. സിനിമയിലത്തെ ഫൈറ്റ് അല്ല. അത് ആൾക്കാരെ കാര്യം മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാവും. ഷൈനിയായിരിക്കും കുറ്റം പറയില്ല. രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനത്രയും ഷൈനൊരു ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ ലൈഫ് സ്റ്റൈല്, ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു. അത് ആസ് എ പാർട്ട് ഓഫ് എന്റെ അടുത്തൊരു കരിയറാണത്. ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഞാൻ ഒരു ട്രിപ്പ് പോകുമ്പോൾ അത് ഞാൻ എന്റെ ബ്ലോഗ് ഇടും, സ്റ്റോറി ഇടും, റീൽ ചെയ്യും. ഞാൻ ഇനി അടുത്തൊരു ഇനി ഒരു പുതിയ കാറ് മേടിച്ചാൽ അതടുത്ത് റീൽസ് ഇടും, അത് മാർക്കറ്റ് കണ്ടന്റ് ആക്കും, വീഡിയോ ഇടും, വ്ളോഗ് ഇടും. അപ്പൊ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നോ ഞാൻ അതൊക്കെ ഞാൻ വ്ളോഗ് ആക്കാറുണ്ട്. അതേപോലെ തന്നെ ഇത് ഞാൻ വ്ളോഗാക്കി അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടു. ഞാൻ ഇപ്പൊ ഇത് മാത്രല്ല, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ തൊട്ട് എന്റെ കല്യാണത്തിന് വരെ നമ്മൾ മീഡിയക്കാരും ഇതൊക്കെ വരുന്നതാണ്. അവർക്ക് അതൊരു കണ്ടന്റ് ആണ്. നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങൾ അവർക്കൊരു കണ്ടന്റ് ആയതുകൊണ്ട് അവരും അത് നമ്മളെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു. അതാണ് സംഭവം ഉണ്ടായത്. ഞാൻ താങ്ക് യു ഞാൻ ഇപ്പൊ ഈ രാത്രി വിളിച്ചാല് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അടുത്ത പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഇറങ്ങാനാണ് എന്റെ പ്ലാൻ. ഓക്കെ താങ്ക് യു. ഞാനിപ്പോ എന്തായാലും രാത്രി ബുദ്ധിമുട്ടിച്ചാല് സോറി. ഇതൊന്നും ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ. നമ്മൾ ഞാൻ പറഞ്ഞതിലുപരി നിങ്ങളെ പോലത്തെ ഒക്കെ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ, പ്രൊഫഷണൽ, നിങ്ങളൊക്കെ അത്രയും വേൾഡ് ചാമ്പ്യൻ അടിച്ച ഒരു ആളാണ്. അപ്പൊ നിങ്ങൾ പറയണതും നമ്മൾ പറയണതും വ്യത്യാസമുണ്ട്. ഓക്കെ, അതാണ്. അല്ല, ഇങ്ങനെ ഒരു നല്ല വ്യക്തമായ നോളജ് ഉള്ളവർ ഒരിക്കലും ഇതിനും ഇതുപോലെ ഒരു ഇതുപോലെ ഒരു വ്യക്തത ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. ശരി ഓക്കെ, താങ്ക് യു. സംഭവം ആള് സത്യങ്ങൾ തുപ്പുന്നു. പ്രൊഫഷണൽ ഒരു ബോക്സറാണ്. പ്രൊഫഷണൽ ബോക്സറിൽ ഉപരി ആള് നമ്മുടെ നാടിന് വേണ്ടി വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആള് പറയുന്ന സത്യങ്ങൾ, ഓരോരോ പോയിന്റുകളും ആള് എന്നെ അത്ര സപ്പോർട്ട് ചെയ്തെന്നല്ല പറഞ്ഞത്. എന്റെ ഫൈറ്റ് കണ്ടത് ആള് ഉണ്ടായിരുന്നു പറഞ്ഞത്. ആള് ഒരു കോച്ച് കൂടിയാണ്. ഇപ്പോ ആള് ഒരുപാട് സ്റ്റുഡൻസിന് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോ ഇന്നലെ ആളുടെ സ്റ്റുഡൻസ് അവിടെ വന്നിരുന്നു. സ്റ്റുഡൻസ് ഫൈറ്റ് കണ്ടിരുന്നു പറഞ്ഞത്. അതൊരു ബിഗിനർ ഫൈറ്റ് ആയിട്ട് എന്നെ കണ്ടപ്പോൾ ബിഗിനർ ഫൈറ്റ് ആയിട്ട് തന്നെയാണ്. ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വരികയെന്ന് ആള് ഓപ്പൺ ആയിട്ട് ആളെന്നെ എന്നോട് മുഖത്തടിച്ചിട്ട് ആള് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ശരിയായി വരിക, ട്രെയിൻ ചെയ്ത് നന്നായിട്ട് സ്കൂൾ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത് ട്രെയിൻ ചെയ്ത് നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ട് വാ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലത്തെ കുറച്ച് വിവരമുള്ള ആൾക്കാരും നല്ല ഫൈറ്റേഴ്സ്, നല്ല പ്രൊഫഷണൽ ഫൈറ്റേഴ്സ് നമ്മുടെ നാട്ടിലുള്ളപ്പോ അങ്ങനെ നല്ല ഹൈ പ്രൊഫൈലുള്ള ഒരു ഇതുപോലെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ
കഴിവ് തെളിയിച്ചിട്ടായിരിക്കും ഒരു കമന്റ് പോലും ഇട്ടിട്ടില്ല. അതാണ് ശരിക്കും യഥാർത്ഥ ഒരു ഫൈറ്റർ ഫസ്റ്റ് പഠിക്കുന്നത് എന്ന് വെച്ചാല് ഡിസിപ്ലിൻ നമ്മുടെ മൈൻഡ് അതുപോലെ തന്നെ മൈൻഡ് നമ്മുടെ ഫിസിക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഫൈറ്റേഴ്സോ അല്ലെങ്കിൽ ഇത് ഒരു കരിയർ ആയിട്ട് ഇതൊരു പ്രൊഫഷണൽ ആയി കൊണ്ടുവരുന്ന ആരും സ്വന്തം ഒരു പ്രൊഫഷണലെ തള്ളി പറയില്ല, കളിയാക്കൂല. അവർക്ക് അവരുടെ പ്രൊഫഷൻ അത്രയും കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇതൊരു ബിഗിനറാണ്, ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഒരു ബിഗിനറാണ്, ഞാൻ ഇതിൽ അത്രയും നോളജുള്ള ആളോ ഇത് എന്റെ പ്രൊഫഷൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളോ അല്ല. അപ്പൊ ഇതുപോലത്തെ ആൾക്കാരെ പ്രൊഫഷൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളോ ഇതുപോലെ കോച്ചുമാരുണ്ടാവും, ഇത് പല വേൾഡ് ചാമ്പ്യൻഷിപ്പിനും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അവരെ പുച്ഛിക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ റീച്ചിന് വേണ്ടിയിട്ട് അവരെ പുച്ഛിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. അത്ര എഫേർട്ട് ഇപ്പൊ എത്ര എഫേർട്ട് എടുക്കുന്ന ഏകദേശം എനിക്ക് തന്നെ മനസ്സിലാവും. ഇപ്പൊ ഞാനൊരു ചെറിയ ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങുന്നതിന് വരെ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അതിനേക്കാൾ ഇരട്ടിക്ക് എഫേർട്ട് എടുക്കുന്നവരുണ്ട്. അവരെ പുച്ഛിക്കരുതെന്നാണ് എനിക്ക് ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവര് റിയാക്ട് ചെയ്യുന്നവരുണ്ടല്ലോ പലതും. നിങ്ങളുടെ വായ തോന്നിയത് വിളിച്ച് പറയാനുള്ളതല്ല സംഭവം. ചെയ്ത് കുറച്ചൊക്കെ വ്യക്തത. ഇപ്പൊ എന്ത് ചെയ്തു, ഒരു വീടിട്ട് കണ്ടതാ, അന്വേഷിക്കുക ഒരു അർത്ഥമുണ്ട്. ഒന്ന് പറയാ അത് ഫേക്കാണ്. എന്ത് ചെയ്ത് ഞാൻ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് പറയാം. ഞാൻ ഇപ്പൊ എന്ത് ചെയ്ത്, ഞാൻ ചാമ്പ്യൻ ആണെന്ന് പറഞ്ഞത് ഞാൻ ചാമ്പ്യൻ തന്നെയാണ്. ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുള്ളത്. അവിടെ എനിക്ക് കിട്ടിയ ഒപ്പോണന്റ് എത്തിയിട്ട് ഞാൻ അവിടെ വിൻ ചെയ്തിട്ടുമുണ്ട്. അത് ഞാൻ കൊണ്ടുപോയ ഒപ്പോണന്റ് അല്ല. അത് ഞാൻ ഒപ്പോണന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒപ്പോണന്റ് പറയുന്ന ഒരു ഇതുണ്ട്, അത് എന്ത് ചെയ്ത് ചാമ്പ്യൻഷിപ്പും അല്ല ഒരു കോപ്പും അല്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ തോറ്റവന്റെ രോദനം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആള് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം അത്രയും വെണ്ടക്ക അക്ഷരത്തിൽ ബോർഡ് ഉണ്ട്. ഇതാളെന്നെ ഫേസ് ഓഫ് ആ ഫേസ് ഓഫിൽ എന്നെ ബാക്കിൽ കാണാം 3rd MMA സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അമേച്ചർ ഇവന്റ് ആണ്, അതായത് ബിഗിനേഴ്സ് ഉള്ള ഒരു ഇവന്റ് ആണ് ഇത്. പക്ഷേ ആള് വെച്ചാൽ ഇപ്പൊ ആ സംബന്ധിച്ച ആളുടെ ഒരു മാനസികാവസ്ഥ ചിന്തിക്കണം. കാരണം ഇത് പിടിച്ചാൽ കിട്ടാതെ മീഡിയ ഒക്കെ എടുത്തിട്ട് നല്ല, ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയും. ആള് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആൾക്ക് എന്നെ അറിയുന്ന ഒരാളല്ല. ആള് പിന്നെ തുറന്നു നോക്കുമ്പോ ആകെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറച്ച്. ഇപ്പൊ ഞാനൊക്കെ ഒരു 8 വർഷത്തോളം പല രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഒക്കെ നടന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു വിഷയമല്ല. നമ്മൾ പല രീതിക്കുള്ള കോൺട്രവേഴ്സി വരും, പോവും, ചർച്ച ചെയ്യപ്പെടും, നമ്മൾ റിയാക്ട് ചെയ്യും, അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ കൊടുക്കും. എനിക്ക് അതിനുള്ള മറുപടി കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. എനിക്ക് അതിന് മറുപടി കൊടുക്കാനും അറിയാം, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാനും അറിയാം. പക്ഷെ ഇപ്പൊ ആളെ സംബന്ധിച്ച് ആളൊരു സാധാരണക്കാരനാണ്. ആള് പെട്ടെന്ന് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളെ വീഡിയോ വരുന്നു, ഇത് ഷെയർ ചെയ്യുന്നു, ആളെ കമന്റിലൂടെ എന്ത് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ആൾക്കൊരു ഇതിനുവേണ്ടി ഒന്നും അറിയില്ല. ആ ഒരു മാനസികാവസ്ഥയിൽ ചിലപ്പോ പറഞ്ഞതായിരിക്കാം. ആള് അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ എന്ത് ചെയ്ത് പറയാൻ പാടില്ല, അത് ആളുടെ ഒരു ഫോൾട്ടാണ്. പക്ഷേ ഇതിപ്പോ ഇതിനൊക്കെ വ്യക്തമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വേൾഡ് ചാമ്പ്യനെ കൊണ്ട് തന്നെ എന്ത് ചെയ്ത്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും MMA ഫെഡറേഷന് വേണ്ടിയിട്ട്, അതായത് ഈ നടത്തിയ MMA ഫെഡറേഷനോ ഇല്ലെങ്കിൽ സ്പാർട്ടൻസ് ക്ലബ്ബ്, അതായത് കാക്കനാടുള്ള ഒരു ക്ലബ്ബാണ്, നിങ്ങൾക്ക് അവിടേക്കോ ഒക്കെ എന്ത് പോയി അന്വേഷിക്കാം. നിങ്ങൾക്ക് ഇത്രയും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ഫേക്ക് ആയിട്ടുള്ളതാണോ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സ്പാർട്ടൻസ് ക്ലബ്ബ് കാക്കനാട് അവിടെ പോയിട്ട് അന്വേഷിക്കാം, ഫെഡറേഷനിൽ അന്വേഷിക്കാം. ഇതൊക്കെ ഇത്രയും സോഴ്സസ് ഉണ്ട് അന്വേഷിക്കാൻ. ഈ സോഴ്സസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഈ ഫെയിലായിട്ട് തോറ്റ ഒരാളുടെ വോയിസ് കോൾ റെക്കോർഡ് വെച്ചിട്ട് ഇതൊരു ഫേക്ക് ആണെന്ന് പറഞ്ഞതും വിശ്വസിച്ചൊരു ഈ പറഞ്ഞ വീഡിയോ എടുത്തൊരു മണ്ടന്മാരാണ് ഞാൻ പറഞ്ഞോളൂ. കാരണം അവരെന്നെ പ്രൊഫഷനെ ചവിട്ടി താഴ്ത്തുന്ന ഒരു നിലപാടാണ് അവർ. ഇപ്പൊ ഓരോ കാറ്റഗറിയിൽ ഇപ്പൊ ഓരോ ഏജ് കാറ്റഗറി ഉണ്ടാവും, ഓരോ വെയിറ്റ് കാറ്റഗറി അനുസരിച്ചുള്ള ഒരു ഒപ്പോണന്റ് ആണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. അപ്പൊ ആ കിട്ടുന്ന ഒപ്പോണന്റ് അല്ലേ ഫൈറ്റ്, അത് ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ മറുപടി കൊടുത്തിരുന്നു. എനിക്ക് എന്ത് ചെയ്ത് ഇപ്പൊ പൊണ്ണ് കിട്ടുമ്പോ ഇത്ര മസിൽ വേണം, ഇല്ലെങ്കിൽ ഇത്ര ബോഡി ഫിസിക് വേണം എന്നൊന്നും എനിക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കിട്ടണ ആ രജിസ്റ്റർ ചെയ്ത് വന്ന ആരാണോ ആ കാറ്റഗറിയിലുള്ള ആ കാറ്റഗറിയിലുള്ള ആളായിട്ട് ഫൈറ്റ് ചെയ്യേ, ആ ഒരു ഓപ്ഷനേ എനിക്കുള്ളൂ. അല്ലാണ്ട് ഇതിനെ ഈ പാവത്തിനെ തല്ലിയിട്ട് മെയിൻ ആവാൻ നടക്കുന്നൊക്കെ കുറെ പേര് പറയുമ്പോഴാണ്. അല്ല അപ്പൊ ആ പൊണ്ണനാണ് ആ കാറ്റഗറിയിൽ കിട്ടിയത്.
ഇനി അടുത്ത് പറയാനുള്ളത്. അപ്പൊ ഇതാണ് ഈ ഒരു ഫേക്ക് അലിഗേഷനുള്ള ഒരു മറുപടിയും. പിന്നെ എന്താണ് ഞാനിപ്പോ എന്താന്ന് പറഞ്ഞു, ഈ കോമ്പറ്റീഷൻ ഫേക്ക് ആണോ അല്ലേ എന്നൊക്കെ ഉള്ള വ്യക്തതയോട് കൂടിയിട്ട് എന്ത് ചെയ്ത് ഞാൻ ആർക്ക് വേണമെങ്കിലും ഇത് ഇവിടെ പോയി അന്വേഷിക്കാം, വിളിച്ചന്വേഷിക്കും. ഇങ്ങനെ വെറുതെ എന്ത് ചെയ്ത് അവിടെ ഇവിടെ പോയി കമന്റ് ഇടാണ്ട് നിങ്ങൾ ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് ഇത്രയും സോഴ്സസ് ഉണ്ട്, വെറുതെ ഇവര് റീച്ചിന് വേണ്ടി റീച്ചിന് വേണ്ടിയിട്ടാണ്. നമ്മള് ഞാൻ പറയാലോ, ഞാൻ എന്ത് ചെയ്ത് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിങ്, അത് ഇൻഫ്ലുവൻസിങ് ആണ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണ്, അത് തന്നെയാണ് എൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. ഞാൻ ഞാൻ വീഡിയോ ആക്കുന്നു, കണ്ടന്റ് ആക്കുന്നു, എനിക്ക് റീച്ച് തന്നെയാണ് വേണ്ടത്. ഞാൻ അതാണ് റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചൊരു മാന്യത കാണിക്കുന്ന വെച്ചാല് കുറച്ച് സത്യസന്ധതയോട് കൂടിയിട്ട് റീച്ച് ഉണ്ടാക്കണം. കാരണം നിങ്ങൾ പറയുമ്പോ ഫേക്ക് ആണ് അങ്ങനെ ഇങ്ങനെ വായ തോന്നിയത് വിളിച്ചു പറയുമ്പോ ഇതൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും അറിയാത്തതിനെ കുറിച്ച് വെൽ നോളജ് ഇല്ലാത്ത ആൾക്കാർ, ഇതിന് കുറെ പബ്ലിക് ഓഡിയൻസ് ഉണ്ട്, അവർക്ക് ഇത് എന്ത് ചെയ്ത് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. അവരൊക്കെ ഇത് എന്ത് ചെയ്ത് ഇതിങ്ങനെയാണോ, അവരെ ഒന്ന് പൊട്ടന്മാരാക്കിയത് ഇങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട്. നിങ്ങൾ എന്ത് ചെയ്ത് എഫേർട്ട് എടുത്തിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, നല്ല നല്ല കണ്ടന്റ് ചെയ്ത് നമ്മളെല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും സപ്പോർട്ട് ചെയ്തുകൊണ്ടുവരണം. നിങ്ങൾ നല്ല നല്ല കണ്ടന്റ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പൊന്തിവാ, നമ്മളെല്ലാരും സപ്പോർട്ട്, എല്ലാവരും പൊന്തി വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും സന്തോഷം തന്നെ ഉള്ളൂ. ഇപ്പൊ നിങ്ങള് ഇന്ന വെച്ച റീച്ച്, ഇപ്പൊ ഒരാള് 2000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആള് ഇന്ന റിയാക്ട് ചെയ്തിട്ട് 20K ഫോളോവേഴ്സ് ഒക്കെ എത്തി, നിങ്ങൾക്ക് ചെയ്തോളൂ, സന്തോഷം ഉള്ളൂ. നിങ്ങള് ഇനി ചെയ്യുമ്പോ സത്യസന്ധതയും കുറച്ച് മാന്യതയും നിങ്ങളുടെ കുറച്ച് കണ്ടന്റ് വെച്ചിട്ട്, ഇനി മറ്റുള്ളവരെ റിയാക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കുറച്ച് കണ്ടന്റ് വെച്ചിട്ട്. ഇതുവരെ റിയാക്ട് ചെയ്ത് ഞാൻ ഹെൽത്തി രീതിയിൽ എടുത്തിരിക്കുന്നു. ഒരുപാട് വെല്ലുവിളികൾ വരും. പിന്നെ അതിക്ക് അടുത്ത കണ്ടന്റ് ഞാൻ ഇപ്പൊ ഓരോന്ന് എണ്ണി പറഞ്ഞത്. അപ്പൊ ഇനി അപ്പൊ ഇത് എന്താന്ന് പറഞ്ഞു, ആ കോമ്പറ്റീഷൻ ഫേക്ക് അല്ല, അതിന്റെ വ്യക്തമായ ക്ലാരിറ്റി ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചിട്ട് തന്നെ ഒരു വേൾഡ് ചാമ്പ്യനെ കൊണ്ട് തന്നെ ഞാൻ ഇത് പ്രസന്റ് ചെയ്യിപ്പിച്ചു. ഈ ഇവന്റിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽസ് തന്നു. ഇനി അടുത്തൊരു കണ്ടന്റ്, ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല. മണവാള ഞാൻ ചലഞ്ചിന് റെഡിയാണ്, വെല്ലുവിളിക്കാണ്, 5 ലക്ഷം തരാം, 10 ലക്ഷം തരാം, അങ്ങനെ ഇങ്ങനെ സ്പോൺസർ ചെയ്യാം. ഇത് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. ചലഞ്ചിന് ഞാൻ റെഡിയാണ്. പക്ഷേ ഈ ഒരു 10 അവിടുന്ന് അങ്ങനല്ല, ഒരു വ്യക്തത വേണം എന്തിനും. ഇപ്പൊ എല്ലാരും വിളിക്കും, ഞാൻ എത്ര ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യും, ഞാൻ റെഡിയാണ് ഫൈറ്റിന്, ഞാൻ എത്ര ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യും. ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ സംഭവം വെച്ചാല് ഇവരുടെയൊക്കെ മെയിൻ വെച്ചാൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഈ ചലഞ്ച് ചെയ്യണവർക്കൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ്. അവർക്ക് കിട്ടുന്നുണ്ട്, അത് കിട്ടുമ്പോ വീണ്ടും മോട്ടിവേറ്റ് ആയിട്ട് ഇവരെന്ത് ചെയ്ത് വീണ്ടും അടുത്തത് ഞാൻ വെല്ലുവിളിക്കുന്നു ബായോ. ഞാൻ ആദ്യം, നിങ്ങളൊരു പ്രൊഫഷണൽ ഫൈറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഇവന്റിന് പങ്കെടുക്കുക. ഇനി എന്നിട്ട് അത്രയും ചലഞ്ച് ചെയ്യാൻ മുട്ടി നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ ഇതൊരു ഓപ്പൺ ചലഞ്ച്, നിങ്ങൾക്കൊരു അവസരം തന്നെയാണ്. ചലഞ്ച് ചെയ്യണം, ഞാൻ ചലഞ്ചർ റെഡിയാണ്. ഞാൻ നിർത്തിയിട്ട് ഞാൻ ഇപ്പോഴും അടുത്ത ഇവന്റിന് വേണ്ടി ഞാൻ ഇത് ട്രെയിൻ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പൊ നിർത്തിയിട്ടൊന്നുമില്ല, ഞാൻ ഇനിയും ട്രെയിൻ ചെയ്ത് നല്ല രീതിക്ക് എന്ത് ചെയ്ത്, ഞാൻ ഇപ്പൊ ഒരു ബിഗിനറാണ്, ഞാൻ ഒപ്പായി പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ ഒരു ബിഗിനറാണ്. ഞാൻ ഇനിയും ഇനിയും ഒരുപാട് വെൽ നോളജിൽ ഇനിയും പഠിക്കാനുണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോ ആമേച്ചറാണ്, ബിഗിനറാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പോരായ്മകൾ ഉണ്ടാവും. എല്ലാരും പറന്നോടുമ്പോ തന്നെ മൈക്ക് ടൈസൺ, ആരും പറന്നോടുമ്പോ തന്നെ മൈക്ക് ടൈസൺ ആയിട്ടൊന്നല്ല ജനിക്കുന്നത്. ഞാൻ ഒരു ബിഗിനറാണ്, അതിന്റെ പോരായ്മകൾ എനിക്കുണ്ടാവും. അപ്പൊ എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇനിയും ട്രെയിൻ ചെയ്യാൻ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആർക്കെങ്കിലും എന്നെ ചലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, എന്റെ സ്റ്റോറീസ് ഒക്കെ ചെക്ക് ചെയ്യുക. ഞാൻ ഇപ്പൊ ഈ ഫൈറ്റിന് ഇറങ്ങുമ്പോ എന്നതിന് മുന്നേ തന്നെ ഞാൻ ആ രജിസ്റ്റർ ചെയ്ത അന്ന് തന്നെ ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു. എന്റെ നെക്സ്റ്റ് ഫൈറ്റ് ഞാൻ ഫൈറ്റിന് റെഡിയാണ്. അല്ലല്ല, ആ പോസ്റ്റർ ഇട്ടന്ന് ആ 2 ദിവസം മുന്നിട്ടത് ട്രെയിനിങ്ങിന്റെ സെക്ഷൻസ് ആണ്. ഞാന് എന്ത് ചെയ്തു, പോസ്റ്റർ ഇട്ടിരുന്നു ഒരാഴ്ച മുന്നേ, ഒരാഴ്ചല്ല 6 ദിവസം മുന്നേ. അതായത് മാച്ച് നെക്സ്റ്റ് ഫൈറ്റ് ഓടി ഞാൻ ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ട് പോസ്റ്റർ ഇട്ടിരുന്നു. ഇനി നെക്സ്റ്റ് പിന്നെ ഞാൻ ഓരോ ദിവസം എന്റെ ഓരോ ഇപ്പൊ എനിക്ക് ട്രെയിനിങ് സെക്ഷനിൽ കാണുന്നുണ്ടോ, അതിവിടെ ഇതൊക്കെ എന്റെ ട്രെയിനിങ് സെക്ഷനിൽ എനിക്ക് വന്ന ഇഞ്ചുറീസ് ആണ്. ഞാൻ ഓരോ ദിവസവും ട്രെയിനിങ് സെക്ഷനിന്റെ വീഡിയോസ് ഞാൻ എന്റെ സ്റ്റോറീസിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇനി ആർക്കെങ്കിലും ചലഞ്ച് ചെയ്യണം എന്നുള്ളവർക്കാണ്, ചലഞ്ച് ചെയ്യാൻ മുട്ടി നിൽക്കുന്നവർക്കുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ചലഞ്ച് ചെയ്യാൻ ഞാൻ റെഡിയാണ്.
അതിന് അപ്പൊ ഞാൻ ഈ അടുത്ത ഇവന്റ് അപ്പൊ ഇനി അടുത്ത ട്രെയിനിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനി അടുത്ത ഏത് ഇവന്റിനാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തീർച്ചയായിട്ടും ഞാൻ സ്റ്റോറി ഇടുന്നതാണ്. നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണോ എന്റെ കാറ്റഗറിയിലേക്ക് വന്നിട്ട് രജിസ്റ്റർ ചെയ്തോളൂ, അവിടുന്ന് നമുക്ക് ചലഞ്ച് ചെയ്യാം. അല്ലാണ്ട് ഈ പാടത്തും പറമ്പിൽ തല്ലുവിടാൻ ഇത് നമ്മൾ ആരും അങ്ങനെ ഒരു വെല്ലുവിളിച്ചിട്ടില്ല, ആര് തോൽപ്പിക്കാതെ നമ്മൾ വെല്ലുവിളിച്ചിട്ടില്ല. ഞാൻ എന്റെ ഒരു സന്തോഷം ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു. എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്കൊരു മെഡൽ കിട്ടി അല്ലെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വീടുകാർ വന്നപ്പോ എന്റെ സന്തോഷം പങ്കുവെച്ചു. പിന്നെ വേറൊരു കാര്യം, ഇവൻ ഒരു കാര്യം അതിൽ പറഞ്ഞിരുന്നു, ഏത് മീഡിയക്കാരോട്, ഏത് ഇത് അത് നീ എന്നെ ക്ലാരിഫിക്കേഷൻ. ഈ മെഡൽ കിട്ടിയപ്പോ വീട്ടിലിരുന്ന് കളിച്ചിട്ടോ കാറിൽ നിന്ന് കൊണ പറഞ്ഞിട്ടോ കിട്ടിയതല്ല, വീട്ടിലിരുന്നിട്ട് മൊബൈലില് ഗെയിം ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, ഇത് വീട്ടിലിരുന്ന് മൊബൈലിൽ കളിച്ചിട്ടോ അല്ലെങ്കിൽ കാറിലിരുന്ന് കൊണയടിച്ചിട്ടോ കിട്ടിയതല്ല എന്ന് പറഞ്ഞത്. ഒരിക്കലും ഒരു പ്രൊഫഷണൽ ബോക്സേഴ്സിനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോക്സേഴ്സിനോ അല്ല. ഇത് നമ്മളൊരു ചെറിയൊരു വിഷയം മുന്നൊരു കോൺട്രവേഴ്സി, ഇതുപോലെ തന്നെ ഒരു കോൺട്രവേഴ്സി മുന്നേ ഉണ്ടായിരുന്നു. അവർക്കുള്ള ഒരു ഉദ്ദേശിച്ചിട്ടാണ് ഇവൻ പറഞ്ഞത്. കൊക്കിന് കൊണ്ട് ഇത് ബോക്സേഴ്സ് എന്ത് ചെയ്ത് അവര് വിചാരിച്ചു ഇത് അവരെയാണ് ചലഞ്ച് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് റെഡിയാണ്, ഞാൻ ചലഞ്ചിന് റെഡിയാണ്. വരുന്നത് അവരോടൊക്കെ ഒന്നേ പറയുള്ളൂ, നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ കളിയാക്കിയിട്ടില്ല. അല്ല, അവൻ ഉദ്ദേശിച്ചത് അവരാ മുന്നൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, അവരോടാണ് പറഞ്ഞത്. അവരെന്ത് ചെയ്ത് ഒരു ചെറിയ ട്രോഫി ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഞങ്ങൾക്ക് മൊബൈലിൽ കളിച്ച് കിട്ടിയത്, ഇത് കാറിൽ ഇരുന്ന് ഫോൺ അടിച്ച് കിട്ടിയത്, അങ്ങനൊക്കെ എന്ത് ചെയ്ത് പറഞ്ഞത്. അതുപോലത്തെ ഒരു സംഭവം അല്ല ഇത്. ഇതിന് എത്ര ഇപ്പൊ ഞാനിപ്പോ നിങ്ങളൊരു ബോക്സർ ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു അങ്ങനെ ഒരു ഒരു അത്ലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാറിൽ ഇരുന്നിട്ട് എന്ത് ചെയ്ത് അത്രയും പുച്ഛിച്ചിട്ടാണ് ഒരാൾ എന്ത് ചെയ്ത് ബോക്സിങ്ങിനൊക്കെ അത്രയും പുച്ഛിച്ചിട്ടാണ് റിയാക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ പറയാം അതിനുള്ള ഒരു മറുപടിയാണ് നമ്മൾ കൊടുത്തത്. ഇത് കാറിൽ ഇരുന്ന് കൊണ്ടടിക്കുന്ന പോലെയോ ഇല്ലെങ്കിൽ മൊബൈലിൽ ഇരുന്നിട്ട് എന്ത് ചെയ്ത് ഗെയിം കളിക്കുന്ന പോലെയല്ല ഇതൊരു സംഭവം. നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു അത്ലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നമ്മളൊരു ചാമ്പ്യൻഷിപ്പിന് ഒരു ഇതിന് എത്ര എഫേർട്ട് നമ്മൾ എടുക്കണം, നമ്മൾ എത്ര വർക്ക് ചെയ്യണം, നമ്മൾ എത്ര നമുക്ക് ഇപ്പൊ നമ്മളൊരു മണി ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, നമ്മൾ എത്ര സപ്ലിമെന്റ്സ് നമ്മുടെ എന്ത് ചെയ്ത് എത്ര ഇൻവെസ്റ്റ്മെന്റ് തൊട്ടിട്ട് നമ്മൾ അത്ര എഫേർട്ട് എടുക്കുന്ന ഏകദേശം നിങ്ങൾ ഒരു അത്ലറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഞാൻ പറഞ്ഞറിയിക്കേണ്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എല്ലാ ഒരു പ്രൊഫഷനും അതിന്റേതായ ഒരു അതിനെ റെസ്പെക്ട് ചെയ്യണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. അപ്പൊ അവര് കളിയാക്കിയോണ്ട് മാത്രം അതിന് കളിയാക്കി തിരിച്ച് മറുപടി കൊടുത്തതാണ്. അല്ലാതെ ഞങ്ങൾ രണ്ടാളോട് മുട്ടാൻ ആരും ചോദിക്കില്ല, അതുപോലെ ഒരു കൂട്ടം വന്നു ഞങ്ങള് അവരോട് പറയാനുള്ളത്. അപ്പൊ അതൊരു ക്ലാരിഫിക്കേഷൻ നമ്മളിപ്പോ മുബാർക്ക് എന്ത് ചെയ്ത് ആ മീഡിയക്കാർ വന്നപ്പോ എന്ത് ചെയ്ത് ആ ഒരു മറുപടി കൊടുത്തിരുന്നു. അതിനൊരു ക്ലാരിഫിക്കേഷൻ കൂടി നമ്മൾ ഇത് കൊടുത്തു. അപ്പൊ ഇതാണ് സംഭവം. ഇതാ ഇപ്പൊ മൊത്തം എന്ത് ചെയ്ത് ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ ക്ലാരിഫിക്കേഷൻ നമ്മൾ കൊടുത്തു വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയൊന്നുമില്ല, ഒരുവിധം ഇൻസ്റ്റാഗ്രാം തുറന്ന എല്ലാരും അയച്ചിരുന്നത് ഞങ്ങൾക്ക് മൊത്തം അയച്ചിരുന്നത്. അപ്പൊ ഇതാണ് സംഭവം നടന്നിട്ടുള്ളതും എല്ലാം. ഇപ്പൊ ഏകദേശം ഒക്കെ ക്ലാരിഫിക്കേഷൻ ആയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്ത് ആരും എന്ത് ചെയ്ത് 1500 രൂപ കൊടുത്തിട്ടോ 150 രൂപ ബിരിയാണി കൊടുത്തിട്ടോ ഞാൻ ഫൈറ്റിന് കൊടുത്തിട്ടില്ല. ഒരു സ്ക്രിപ്റ്റഡ് ഫൈറ്റ് ഞാൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ എന്റെ സർട്ടിഫിക്കറ്റും മെഡലും വരെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ഈ സംഭവം എന്ത് ചെയ്ത് ഇതാണ്. ഇപ്പൊ ഇത്ര തന്നെ പറയുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കൂ. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്ത് നമ്മള് റിയാക്ട് ചെയ്യാൻ മറുപടി അന്വേഷിച്ചിട്ട് വേണം കമന്റ് ഇടാൻ. റിയാക്ട് ചെയ്യണവരോടും എന്ത് ചെയ്ത് പിന്നെ ഇനി നിങ്ങൾക്ക് റീച്ച് ആവണവര് റീച്ച് ആവട്ടെ. നമ്മൾ എന്ത് ചെയ്ത് റിയാക്ട് ചെയ്യണവർ എന്ത് ചെയ്ത് ഫേക്ക് ആയിട്ട് നിങ്ങൾ റിയാക്ട് കുറച്ച് മാന്യത കീപ്പ് ചെയ്യുക. വേറെ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് വെക്കാണ്ട് നല്ല രീതിക്ക് റിയാക്ട് ചെയ്യുക. നല്ല രീതിക്ക് റിയാക്ട് ചെയ്തിട്ട് കുറച്ച് എന്ത് ചെയ്ത് എന്തെങ്കിലും ഇപ്പൊ ഈ ഫേക്ക് അലിഗേഷൻസ് ഒഴിവാക്കാന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഇത്. റീച്ചിന് വേണ്ടി നിങ്ങൾ നല്ലൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾ എന്ത് ചെയ്ത് തെളിയിക്കും, നിങ്ങൾ അതിൽ കൊണ്ടുപോവാ. അല്ലാണ്ട് ഇതുപോലെ ഫേക്ക് അലിഗേഷൻസ് കൊണ്ടുവരേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ പറയാനൊന്നും. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഒരു ഭാഗം ക്ലിയർ ആക്കേണ്ടതും വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട ഒരു ഉത്തരവാദിത്തം ആസ് എ ഇൻഫ്ലുവൻസർ കണ്ടന്റ് ക്രിയേറ്റർ ഇപ്പൊ എന്റെ ഓഡിയൻസിനും അറ്റ്ലീസ്റ്റ് എന്റെ ഓഡിയൻസിന് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ഒരു ചുമതല ഞാൻ ചെയ്തു. അപ്പൊ ഓക്കെ, നമ്മള് ഈ സെക്ഷനോടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.